Children. Today we can talk about famous structures. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഈ ലോകത്തിലുള്ള ഫേമസ് ആയിട്ട് വളരെ പ്രധാനപ്പെട്ട സ്ട്രക്ചേഴ്സ് മീൻസ് ബിൽഡിങ്സ്. First one is about Statue of Liberty. It is situated in New York, United States of America. അമേരിക്കയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്നാണ് ഇതിൻ്റെ പേര്. ഇറ്റ് വാസ് എ ഗിഫ്റ്റ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ഫ്രം ദ പീപ്പിൾ ഓഫ് ഫ്രാൻസ് ടു ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഇത് ഫ്രാൻസിൻ്റെയും USA-യുടെയും ഫ്രാൻസിൻ്റെയും അമേരിക്കയുടെയും ആൾക്കാർക്കിടയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഭാഗമായിട്ട്, ഫ്രണ്ട്ഷിപ്പിൻ്റെ സമ്മാനമായിട്ടാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ഈസ് അബൌട്ട് ഈഫൽ ടവർ. ഈഫൽ ടവർ ഈസ് ഇൻ പാരീസ്, ഫ്രാൻസിൽ പാരീസ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈഫൽ ടവർ സ്ഥിതി ചെയ്യുന്നത്. ഇറ്റ് ഈസ് ബിൽഡ് ബൈ ഗുസ്താവ് ഈഫൽ, ഒരു ആർക്കിടെക്റ്റാണ് ഗുസ്താവ് ഈഫൽ. അദ്ദേഹമാണ് ഇതുണ്ടാക്കിയത്. അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥമാണ് ഇതിന് ഈഫൽ ടവർ എന്ന പേരും ഉണ്ടായത്. This is built for 100th year anniversary of French Revolution. ഫ്രഞ്ച് റെവല്യൂഷൻ്റെ 100ാമത്തെ വാർഷികത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈഫൽ ടവർ ഉണ്ടാക്കിയിരിക്കുന്നത്. നെക്സ്റ്റ് ഈസ് പിരമിഡ്സ് ഓഫ് ഗിസ. പിരമിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈജിപ്തുകാരുടെ, ഇത് ഈജിപ്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ട്രക്ചറാണ് പിരമിഡ് ഓഫ് ഗിസ. പിരമിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈജിപ്തിലെ രാജാക്കന്മാരായ ഫറവോകളുടെ ശവകുടീരം, ടോംബ് ഓഫ് ഫറോസ് ആണ് നമ്മൾ പിരമിഡ്സ് എന്ന് പറയുന്നത്. പിരമിഡ്സ് ഓഫ് ഗീസ എത്ര ഇമ്പോർട്ടൻ്റ് ആയത് ഒരു വലിയ പിരമിഡാണത്. അതുപോലെ ഇറ്റ് ഈസ് എ റോയൽ ടോംബ് ബിൽഡ് ഫോർ 3 ഡിഫറെൻറ്റ് ഫറോസ്. 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫറവോ എന്ന് പറയുന്നത് ഈജിപ്തിലെ രാജാക്കന്മാർ. 3 രാജാക്കന്മാരുടെ റോയൽ ടോംബാണ് പിരമിഡ്സ് ഓഫ് ഗിസ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ലീനിങ് ടവർ ഓഫ് പിസ. ലീനിങ് ടവർ ഓഫ് പിസ ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഇറ്റലിയിലാണ് ലീനിങ് ടവർ ഓഫ് പിസ. ഇറ്റ് ഈസ് ഫേമസ് ഫോർ ദ സെറ്റിലിംഗ് ഓഫ് ഇറ്റ്സ് ഫൗണ്ടേഷൻ. ഇതിൻ്റെ പ്രത്യേകത നമ്മളങ്ങനെ ചരിഞ്ഞ ബിൽഡിങ്ങുകൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, എല്ലാം സമചതുരമായിട്ടോ അതല്ലെങ്കിൽ റെക്റ്റാങ്കുലർ ഷേപ്പിലോ ഏകദേശം എല്ലാ ഭാഗവും ഒരുപോലെയാണ് ഫൗണ്ടേഷൻ, അതായത് ഒരു കെട്ടിടത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. എന്നാൽ ലീനിങ് ടവർ ഓഫ് പിസ അങ്ങനെയല്ല. വേണമെങ്കിൽ നമുക്ക് അതിനെ ഒരു ആർക്കിടെക്ചറൽ മിസ്റ്റേക്കായിട്ട് പറയാം. എന്തോ ഫൗണ്ടേഷൻ, അതായത് ബേസ്, അടിത്തറ കെട്ടിയപ്പോഴുണ്ടായ ഒരു ചെറിയ വ്യത്യാസം കൊണ്ട് ആ ബിൽഡിംഗ് മൊത്തമായി 4 ഡിഗ്രി കൂടുതലുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ പല സമയത്തായിട്ടുണ്ടായ ചെറിയ മെയിൻ്റെനൻസ് കൊണ്ട് അതിപ്പോൾ 4 ഡിഗ്രി ചരിഞ്ഞാണ്, സാധാരണ കെട്ടിടങ്ങളെക്കാട്ടിൽ 4 ഡിഗ്രി ചരിഞ്ഞാണ് ലീനിങ് ടവർ ഓഫ് പിസ സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് അബൌട്ട് ക്രൈസ്റ്റ് ദ റെഡീമർ. ക്രൈസ്റ്റ് ദ റെഡീമർ ഈസ് ഇൻ റിയോ ഡി ജനീറോ, ബ്രസീലിൽ റിയോ ഡി ജനീറോ എന്ന് പറയുന്ന സ്ഥലത്താണ് ക്രൈസ്റ്റ് ദ റെഡീമർ എന്ന പ്രതിമയുള്ളത്. ഇത് ക്രൈസ്റ്റിൻ്റെ ഒരു പ്രതിമയാണ്. ഇതിൻ്റെ സാധാരണയുള്ള ക്രൈസ്റ്റിൻ്റെ പ്രതിമയും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, ക്രൈസ്റ്റ് 2 കൈയും 2 സൈഡിലേക്ക് നീട്ടി നിൽക്കുന്നതായിട്ടാണ്. സാധാരണ ക്രൈസ്റ്റിൻ്റെ പിക്ചറെല്ലാം ക്രോസിൽ, അതായത് കുരിശിൽ തറഞ്ഞ രൂപമായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ക്രൈസ്റ്റ് ദ റെഡീമർ അങ്ങനെയല്ല, വളരെയധികം സൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതീകമായിട്ടാണ് ക്രൈസ്റ്റ് ദ റെഡീമർ അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ഈസ് ഗ്രേറ്റ് വാൾ ഓഫ് ചൈന. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ചൈന. ഏകദേശം 23,000 ഇയേഴ്സ് മുന്നേ ഇതുണ്ടാക്കിയെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോഴാണ് എ ലോട്ട് ഓഫ് പോർഷൻസ് ഡിസ്ട്രോയിഡ് ബൈ നാച്ചുറൽ കലാമിറ്റീസ്. അതായത് വലിയൊരു വോളാണ്. ഇതിന് ആദ്യകാലങ്ങളിൽ ഇത് ആൾക്കാരെ യാത്രയ്ക്ക് ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പം പക്ഷേ മഴയും വെയിലും അങ്ങനെ നാച്ചുറൽ കലാമിറ്റീസ്, പ്രകൃതിക്ഷോഭങ്ങൾ കൊണ്ട് പല ഭാഗങ്ങളും ഡിസ്ട്രോയിഡ് ആയി പോയിട്ടുണ്ട്, നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്.
എന്നാലും ലോകത്തിലെ ഏറ്റവും വലിയ നിർമ്മിതികളിലൊന്നാണ്. വളരെ പ്രശസ്തമായ നിർമ്മിതികളിലൊന്നാണ്. അത്ഭുതം തോന്നുന്ന നിർമ്മിതികളിലൊന്ന് തന്നെയാണ് ഗ്രേറ്റ് വാൾ ഓഫ് ചൈന, ചൈനയുടെ വൻമതിൽ. നെക്സ്റ്റ് ഈസ് ടവർ ബ്രിഡ്ജ്. ടവർ ബ്രിഡ്ജ് ഈസ് ഇൻ ലണ്ടൻ, യു കെ ലണ്ടനിലുള്ള ടവർ ബ്രിഡ്ജാണ്. ടവർ ബ്രിഡ്ജ് ഇതൊരു സസ്പെൻഡഡ് ബ്രിഡ്ജാണ്. ഇത് ഓപ്പൺ ആക്കാവുന്ന പോലാണ്. നമുക്ക് 2 ലീഫ് ബ്ലേഡ് പോലാണ് ഇത് കാണുന്നത്. കണ്ടോ, ഇങ്ങനെ 2 ബ്ലേഡ് പോലാണ്, പലക കഷ്ണം പോലെ. ഇതിനെ നടുഭാഗം വെച്ച് അതിന് പൊങ്ങാനുള്ള കഴിവുണ്ട്. ടവർ ബ്രിഡ്ജ് സസ്പെൻഡഡ് ബ്രിഡ്ജാണ്, മൂവബിൾ ബ്രിഡ്ജ് എന്ന് പറയും. ഇത് സ്ഥിതി ചെയ്യുന്നത് അബോവ് ദ റിവർ തേംസ് നദിയുടെ മുകളിലായിട്ടാണ് ഈ ടവർ ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് കൊളോസിയം. കൊളോസിയം ഈസ് സിറ്റുവേറ്റഡ് ഇൻ റോം, ഇറ്റലിയിൽ ആണ് കൊളോസിയം സ്ഥിതി ചെയ്യുന്നത്. ഇതെന്ന് പറയുന്ന ഒരു ഓവൽ ഷേപ്ഡ് ആംഫി തിയേറ്റർ എന്ന് പറയും. ആംഫി തിയേറ്റർ എന്ന് പറഞ്ഞാൽ നടുഭാഗം, ഇതിപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രക്ചറാണെന്ന് വെച്ചാൽ ഇതിൻ്റെ നടുഭാഗം ഇങ്ങനെ ഒരു ഗ്രൗണ്ട് പോലെ, ഇതിന് ചുറ്റും സീറ്റ്സാണ്. സീറ്റ്സ് എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് വന്നിരുന്ന് കാണാവുന്ന സീറ്റ്സ്, മനസ്സിലായോ? സീറ്റുകളാണ് ഇത് ചുറ്റുമുള്ളത്. ഇത് നടുഭാഗം ഒരു ഗ്രൗണ്ട് പോലെ. ഈ ഗ്രൗണ്ടിൽ ഡ്രാമ നടക്കാം, സ്പോർട്സ് ഐറ്റംസ് നടക്കാം. വലിയൊരു ഭാഗമാണ്. അതാണ് നമ്മൾ കൊളോസിയം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് താജ്മഹൽ. ഇത് സിറ്റുവേറ്റ് ചെയ്യുന്ന എവിടെയാണെന്ന് അറിയാമല്ലോ, ഇന്ത്യയിലാണ്, ആഗ്രയിൽ. ഇറ്റ് വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് മുഗൾ ആർക്കിടെക്ചർ. മുഗൾ രാജാക്കന്മാർ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടാക്കിയ ബിൽഡിംഗ് ആണ്. അതുകൊണ്ട് മുഗൾ സ്ട്രക്ചറാണ്, മുഗൾ ആർക്കിടെക്ചറാണ് ഇത് നമുക്ക് കാണാൻ പറ്റുന്നത്. വളരെ മനോഹരമായിട്ടുള്ള വൈറ്റ് മാർബിളിൽ തീർത്തിട്ടുള്ള ബിൽഡിംഗ് ആണ്, സ്ട്രക്ചറാണ് ഇത്. ഇറ്റ്സ് ബിൽഡ് ബൈ ഷാജഹാൻ എന്ന് പറയുന്ന മുഗൾ രാജാവാണ് ഇത് ഉണ്ടാക്കിയത്. ഫോർ ഹീസ് വൈഫ് മുംതാസ് മഹൽ. അദ്ദേഹത്തിൻ്റെ ഭാര്യയായ മുംതാസ് മഹലിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ബിൽഡിംഗാണ് താജ്മഹൽ. വളരെയധികം ഇന്ത്യയിൽ ഏറ്റവും ടൂറിസ്റ്റുകൾ എത്തുന്ന സ്ഥലം താജ്മഹൽ തന്നെയാണ്. നെക്സ്റ്റ് ഈസ് എബൌട്ട് ബുർജ് ഖലീഫ. ഇറ്റ് ഈസ് ഇൻ UAE, ദുബൈയിൽ UAEയിലാണ്. ബുർജ് ഖലീഫയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ടോളസ്റ്റ് ബിൽഡിംഗ് ടവർ ഇൻ ദ വേൾഡ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബിൽഡിംഗാണ് ബുർജ് ഖലീഫ. നെക്സ്റ്റ് ഈസ് പെട്രോണാസ് ടവേഴ്സ്. ഇത് ഓൾസോ നോൺ ആസ് ദ പെട്രോണാസ് ട്വിൻ ടവേഴ്സ്. ഇത് സ്ഥിതി ചെയ്യുന്നത് കുലാലംപൂർ, മലേഷ്യയിലെ കുലാലംപൂർ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിനെ പെട്രോണാസ് ടവേഴ്സ് അല്ലെങ്കിൽ ട്വിൻ ടവേഴ്സ്, ഒരു ഇരട്ട ഗോപുരങ്ങളാണ്. നമുക്കിത് പിക്ചർ കാണുമ്പോൾ തന്നെ 2 ഗോപുരങ്ങളെ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ട്വിൻ ടവേഴ്സാണ്, ഇരട്ട ഗോപുരങ്ങളാണ്. മലേഷ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമ്മൾ ഇത്രയും പറഞ്ഞതിനകത്തിൽ 7 വണ്ടേഴ്സ് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന ഒരു ആശയമുണ്ട്. അതായത് 7 ലോകാത്ഭുതങ്ങളെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത്. അതായത് ആദ്യത്തെ കുറച്ച് ലോകാത്ഭുതങ്ങൾ നമ്മൾ ഇത്രയും സമയം കൊണ്ട് പറഞ്ഞു. അതായത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. താജ്മഹൽ, കൊളോസിയം, ക്രൈസ്റ്റ് ദ റെഡീമർ, ഗ്രേറ്റ് വാൾ ഓഫ് ചൈന. ഇത്രയും 7 വണ്ടേഴ്സിൽ ഉൾപ്പെടുന്നതാണ്. അതായത് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ 7 സ്ട്രക്ചേഴ്സിൻ്റെ പേരിൽ ഉൾപ്പെടുന്നതാണ്. ഇന്ത്യയിലെ താജ്മഹൽ, ക്രൈസ്റ്റ് ദ റെഡീമർ, പിന്നെ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന, പിന്നെ കൊളോസിയം. ഇത്രയും നമ്മൾ ഇത്രയും സമയം കൊണ്ട് പറഞ്ഞതിനകത്തിലുള്ളതാണ്. ഇനി ഇത് കൂടാതെ 3 എണ്ണം കൂടെ ഉണ്ട്. അതെന്തൊക്കെയാണ് നിങ്ങൾ എന്നെ നോക്കിയാൽ നമുക്കറിയാം. നമ്മൾ പറഞ്ഞ താജ്മഹൽ, കൊളോസിയം, ക്രൈസ്റ്റ് ദ റെഡീമർ, ഗ്രേറ്റ് വാൾ ഓഫ് ദ
ചൈന. നമ്മൾ ഓൾറെഡി 4 പറഞ്ഞു. ഇനി 3 കൂടെ ഉണ്ടെങ്കിൽ ഏതാവും, ശരിയല്ലേ? അല്ലേ? നെക്സ്റ്റ് വൺ ചിച്ചൻ ഇറ്റ്സ എന്ന് പറയുന്ന ബിൽഡിംഗ് ആണ്. ഇതും 7 വണ്ടേഴ്സിൽ ഉൾപ്പെടുന്നതാണ്. നെക്സ്റ്റ് ഈസ് മാച്ചു പിച്ചു. മാച്ചു പിച്ചു ഈസ് ഓൾസോ included in 7 wonders of the world. And last one is Petra. This also in 7 wonders. ഇത്രയുമാണ് നമ്മൾ 7 wonders of the world എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? താജ്മഹൽ, ദ കൊളോസിയം, ചിച്ചൻ ഇറ്റ്സ, മാച്ചു പിച്ചു, then Christ the Redeemer, Petra, Great Wall of China. Okay. I think you understood the idea. Thank you and have a nice day.